അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, കിഷൻഗഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു വിവരണം പറയുക എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2018 ഫെബ്രുവരി മാസത്തിലാണ് ഷറഫുദ്ദീൻ ഉദവിയും സയ്യിദ് ഉദവിയും ഞാനും കൂടി ഇവിടെ ആദ്യമായിട്ട് കാണാൻ വരുന്നത്. 2011 ഇവിടെ ഒരു സ്കൂളിൻ്റെ വാർഷിക പ്രോഗ്രാമിൽ അതിഥിയായിട്ട് വന്നപ്പോഴാണ് ഈ ഒരു റീജിയനെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇത് സീമാഞ്ചൽ എന്ന് പറയും ഈ റീജിയണ്. കിഷൻഗഞ്ച് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. അററിയ, പൂർണിയ, കട്ടിഹാർ അത്യാവശ്യം കമൻറ്റബിൾ മുസ്ലിം പോപ്പുലേഷനുള്ള ജില്ലയാണ്. നമ്മുടെ കേരളത്തിലെ മലബാർ പോലെ ഉള്ള ഒരു റീജിയൻ. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാളിലെ മാൾഡ, മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ, ഇത് ഒരു ഭാഗത്തെ നേപ്പാൾ ബോർഡറാണ്. ബീഹാറിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഒക്കെ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ബീഹാർ. അപ്പോൾ 2011 ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ആകെ 16-17 ഹൈസ്കൂളാണ് ഈ ജില്ലയിൽ മൊത്തം ഉള്ളത്. വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. 2017 ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കോൺവൊക്കേഷൻ കോൺഫറൻസ് ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും ഈ ഒരു കോൺഫറൻസ് കൊണ്ട് എന്താണ് സാധ്യമാകേണ്ടത് എന്നുള്ളൊരു ചർച്ച നടക്കാറുണ്ട്. അങ്ങനെയാണ് ബംഗാൾ ക്യാമ്പസ്, ആസാം ക്യാമ്പസ് ഒക്കെ വന്നിട്ടുള്ളത്. അതേപോലെയുള്ള ഒരു നാഷണൽ ലീഡർഷിപ്പ് മീറ്റ് അന്ന് വെച്ചിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി കാണിച്ചു കൊടുക്കുകയും അവരുടെ നാടുകളിൽ ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ച് ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അന്ന് ബീഹാറിൽ നിന്ന് വന്ന 4-5 പേര്, ബഹുമാന്യരായ മർഹൂം അഫ്സർ ഭായി അടക്കമുള്ള ഒരു സംഘം കേരളത്തിൽ വന്നു. അവർ പോയി നിരന്തരമായി വിളിച്ച് ഈ പ്രദേശമൊന്ന് നിങ്ങൾ കാണാൻ വരണം എന്ന് പറഞ്ഞിട്ടാണ് 2018 വരുന്നത്. ഇപ്പോൾ 2018 ജൂലൈയിൽ പിന്നീട് ഇവിടെ വന്ന് ഇവിടെ കുറച്ച് വിശദമായ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന ഒരു ചിന്തയിൽ ഇവിടെ വന്ന് താമസിച്ചു. ഒരു വർഷം ആദ്യം പ്രയാൺ ഫൗണ്ടേഷൻ്റെയും ഹാദിയയുടെയും പ്രവർത്തനമാണ്. ഹാദിയ ഉദവി അസോസിയേഷൻ ദാറുൽ അലൂമിനിയാണ്. കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാഥമിക മതവിദ്യാഭ്യാസ പദ്ധതികൾ നടത്തുകയും ആ പ്രാഥമിക മതപഠനത്തിന് വരുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും അവരിൽ നിന്ന് ടാലൻറ്റഡായ കുട്ടികളെ കണ്ടെത്തി അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിക്കുകയും അങ്ങനെയുള്ള ബഹുമുഖമായ വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ ഇന്ത്യയിൽ ആകമാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം ഹാദിയയുടെ ഒരു മോഡൽ വില്ലേജ് പ്രൊജക്റ്റുകളും മോഡൽ മക്തബ് പ്രൊജക്റ്റും ഒക്കെയാണ് ഇവിടെ കിഷൻഗഞ്ചിൽ ആദ്യമായി തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത പൊതുവിദ്യാഭ്യാസ പദ്ധതിയെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും ഒക്കെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുക, വിവിധ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ താഴേക്കിടയിലേക്ക് എത്തിക്കുക എന്നൊക്കെ ഉദ്ദേശത്തോടെയുള്ള പ്രയാൺ ഫൗണ്ടേഷൻ അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിജയബേരി കൊണ്ടുവന്ന ഒരു മാറ്റത്തെ മുന്നിൽ ഒരു മാതൃകയാക്കി വെച്ച് ഇവിടെ ഒരു മജഗമ പഞ്ചായത്ത് അതിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതിലെ സ്കൂളുകൾ എങ്ങനെയാണ് അവരുടെ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രതിനിധികൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം അവരുടെ ഒരു അജണ്ടയായിട്ട് മാറ്റുക, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ വിവിധ തരത്തിലുള്ള ട്രെയിനിങ് എങ്ങനെ കൊടുക്കുക, ഈ തരത്തിലുള്ള ഒരു വിവിധ കാര്യങ്ങളാണ് പ്രയാൺ ഫൗണ്ടേഷൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വർഷം നിരന്തരമായിട്ട് വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നടത്തി. ഇവിടെ നിന്നുള്ള ഒരുപാട് ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് കുറേ ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ശാക്തീകരണ പ്രക്രിയ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുക, ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ താഴേക്കിടയിലേക്ക് എത്തിക്കുക. നിലവിലുള്ള ഈ അവസ്ഥയിൽ ഏറ്റവും പ്രധാനമായ മാറ്റം കൊണ്ടുവരേണ്ടത് മാറ്റം കൊണ്ടുവരാൻ ആവശ്യമായ ഒരു ലീഡർഷിപ്പിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യങ്ങളും ഇവിടെ ആവശ്യമാണ്. 80% കുട്ടികൾ 8ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടാണ്. സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 80% ആളുകൾക്ക് നിസ്കരിക്കാനോ ഖുർആൻ പാരായണം ചെയ്യാനോ അറിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. മതവിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ ഒരു മാതൃകാപരമായ ഒരു സ്ഥാപനവും മോഡലാക്കാവുന്ന ഒരു സ്ഥാപനവും ക്വാളിറ്റി നിർവഹിക്കുന്ന ഒരു സ്ഥാപനവും ഇല്ല. അപ്പോൾ ഈ ഒരു പിന്നാക്കത്തെ നിരന്തരമായി പറയുക എന്നുള്ളത് മാത്രമല്ല, നിരന്തരമായി ഇവരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്ന് നേതൃപരമായ കഴിവുള്ള ആളുകളെ 2 വിദ്യാഭ്യാസവും കൊടുത്ത് സോഷ്യൽ എംപവർമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് പരിശീലനം നൽകി സാമൂഹിക ശാക്തീകരണ പ്രക്രിയകളിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് അടുത്ത 5, 10, 15 വർഷത്തിനുള്ളിൽ വളർന്നു വന്നാൽ അവർ വ്യത്യസ്തമായ ബഹുമുഖമായ പദ്ധതികൾ ഏറ്റെടുക്കുകയും അങ്ങനെ ക്രമേണ ഒരു എംപവർമെൻറ്റ് സാധ്യമാണ് എന്ന ആലോചനയിൽ നിന്നാണ് പിന്നീട് പ്രയാൺ ഫൗണ്ടേഷൻ്റെയും ആദിയയുടെ പദ്ധതികളുടെയും ഒപ്പം
നമ്മൾ കുർത്തുബ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഹാദിയ ഫൗണ്ടേഷൻ ഇവിടെ ഹാദിയയുടെ കീഴിൽ ഇവിടെ പ്രാഥമിക മതവിദ്യാഭ്യാസ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ലിറ്ററസി പ്രോഗ്രാമുകൾ നടക്കുന്നു. അതുപോലെ തന്നെ മാതൃകാ വില്ലേജ് പദ്ധതികൾ നടക്കുന്നു. പ്രയാൺ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോ ലേണിംഗ് സെൻറ്റേഴ്സ് പോലെയുള്ള ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. വിദ്യപ്രഭ ലേണിംഗ് സെൻറ്റേഴ്സാണ്. അത് ബ്രൈറ്റ് ഇന്ത്യ ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ട്യൂഷൻ സംവിധാനങ്ങൾ കൊടുക്കുക. പോകാത്ത കുട്ടികളെ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികളെ, ഡ്രോപ്പ് ഔട്ടായ കുട്ടികളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് മിനിമം ലേണിംഗ് ലെവൽ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക, അവരെ സ്കൂളിലെ അവരുടെ പഠനം മെച്ചപ്പെടുത്തുക, അവർക്ക് ഒരു ഒരു സാംസ്കാരികമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈല്, ഒരു ഹൈജീനിക് ലൈഫ്, ഇതിനെക്കുറിച്ചൊക്കെ പരിശീലനം കൊടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 10ഓളം സ്ഥലങ്ങളിൽ ഓരോ വൺ ടീച്ചർ വിദ്യാലയം പോലെ ഒരു സ്കൂൾ സമയത്തിന് ശേഷമുള്ള ഒരു സ്ഥലങ്ങളിൽ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് സ്കൂളുകൾ മജഗമ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. സ്കൂളുകളിൽ കുട്ടികൾക്ക് നിരന്തരമായ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തു. അതേപോലെ തന്നെ സിജിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് കരിയർ എഡ്യൂക്കേഷൻ ഗൈഡൻസ്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഗോൾ സെറ്റിങ്, കുട്ടികൾക്ക് 10ാം ക്ലാസ്സിന് ശേഷം എന്ത് പഠിക്കണം, +2-ന് ശേഷം എന്ത് പഠിക്കണം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക, അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കൽ എങ്ങനെയാണ്, അപേക്ഷ കിട്ടിയാൽ ഏതൊക്കെ തരത്തിലാണ് ഉള്ള പരീക്ഷകൾ ഉണ്ടാകുക, അതിനെങ്ങനെ പരിശീലനം കിട്ടുക. അപ്പോൾ ഒരു തരത്തിൽ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ആളുകളെ വളർത്തിക്കൊണ്ടുവരാം. രണ്ടാമത് പല വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ആളുകളെ വ്യത്യസ്തമായ ഗവൺമെൻറ് ജോബുകളിലേക്ക് അപേക്ഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുക, അവർക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമായ പരിശീലനം കൊടുക്കുക. ഇതൊക്കെ ഒരു ബഹുമുഖമായ പദ്ധതിയാണ്. ഇവിടെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗം, അതുപോലെ തന്നെ ദളിത് വിഭാഗം, പല സമൂഹങ്ങളിലും ഹൈന്ദവ വിഭാഗങ്ങളിലൊക്കെ ചില വിഭാഗങ്ങൾ, ചില ജാതികൾ ഒക്കെ ആയിട്ട് പിന്നാക്കം നിന്ന് പോയ ഒരുപാട് സമൂഹങ്ങൾ, അങ്ങനെ അവരൊക്കെ ഇടയിലാണ്. ഇപ്പോൾ മഹാദലിത് വില്ലേജ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ആദ്യമായിട്ട് നമ്മൾ ലേണിംഗ് സെൻറ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ അതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മുന്നോട്ട് തൊഴിൽ പരിശീലന പദ്ധതികൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ താഴേക്കിടയിലേക്ക് എത്തിക്കുക, അഗ്രികൾച്ചറൽ പ്രോജക്റ്റുകൾ. ഇപ്പോൾ ഇവിടെ ഒരു കൃഷി വിദ്യാലയമുണ്ട്. കൃഷി വിദ്യാലയം ഇവിടെ ഒരു ഓർണമെൻ്റൽ ഫിഷ് വില്ലേജ് പ്രോജക്റ്റ് അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മളുമായിട്ട് അവിടെ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ വിവിധ പ്രോജക്റ്റുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ, കമ്മ്യൂണിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്, ജനറൽ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഈ പ്രോജക്റ്റുകൾ താഴേക്കിടയിലേക്ക് എത്തിച്ചാൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ശാക്തീകരണ പ്രവർത്തനങ്ങൾ സാധ്യമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള സകല ആ പ്രായത്തിലുള്ള എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്. അപ്പോൾ അത് എത്തിച്ചു കൊടുക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ, അതിന് ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപകരുണ്ടാവണം, സ്കൂളുകൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യണം, അതിന് സിവിൽ സൊസൈറ്റിയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. ഒരു വാർഡ് മെമ്പർ വിദ്യാലയ ശിക്ഷക് സമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുത്താൽ, പഞ്ചായത്ത് മുഖ്യ, സർപഞ്ച് തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുത്താൽ, അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാൽ, വിദ്യാഭ്യാസ പ്രവർത്തകരെ ഉണ്ടാക്കിയാൽ, ഇങ്ങനെ ഇന്ത്യയിൽ സാധ്യമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരുപാട് അവകാശങ്ങളുണ്ട് വീട് നിർമ്മാണത്തിന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക്, ചെറിയ തൊഴിലുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിലേക്കുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കാനുള്ള ഒരു ഇൻ്റർവെൻഷൻസ് സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ. കാരണം ഇന്ത്യ പോലത്തെയുള്ള ഒരു ഹ്യൂജ് വിശാലമായ ഒരു രാജ്യത്ത്, വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്, ഒരുപാട് കറപ്ഷനൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാവുന്ന ഒരു രാജ്യത്ത് ഇത്തരം പദ്ധതികൾ സ്വാഭാവികമായിട്ട് താഴേക്കിടയിൽ എത്തിക്കാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആവില്ല പല ഉദ്യോഗസ്ഥരും. അപ്പോൾ ഗവൺമെൻറ് സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന്, കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ, മോട്ടിവേഷൻ ഉണ്ടായാൽ, ചോദിക്കലുണ്ടായാൽ, ഒരു പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടും എങ്ങനെ ഇത് നടപ്പിലാക്കണമെന്നുള്ള ആലോചനകളുണ്ടായാൽ ഒരു പരിധിവരെ കുറേ കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് പ്രോജക്റ്റുകൾ എത്തിക്കാനും അവർ ശാക്തീകരിക്കാനും കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പ്രയാൺ ഫൗണ്ടേഷൻ ഫോക്കസ് ചെയ്യുന്നത്. അത് മുന്നോട്ട് ഒരുപാട് പദ്ധതികൾ ആലോചിക്കുകയും ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ കപ്പാസിറ്റി, അതിനാവശ്യമായ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2019 കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാഡമിക് എക്സലൻസ് എന്ന പേരിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പാണ് സത്യത്തിൽ ഇത് ഉദ്ദേശിച്ചത്. അഥവാ നിരന്തരമായി ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആദ്യമായിട്ട് തുടങ്ങേണ്ടത് എന്ന ആലോചനയിൽ
ഇവിടെ ലീഡർഷിപ്പിനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പിന് നമ്മൾ നവോദയ സ്കൂളിലൊക്കെ കുട്ടികൾ എടുക്കുന്നത് പോലെ ടാലൻറ്റഡായ കുട്ടികളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കണ്ടെത്തുക, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കണ്ടെത്തുക. അവർ പലപ്പോഴും ആദ്യ ബാച്ചിലൊക്കെ എടുത്തവർ പലപ്പോഴും സ്കൂളിൽ പോകാത്തവരായിരുന്നു, തീരെ എഴുത്തുമായനെ അറിയാത്തവരായിരുന്നു, അല്ലെങ്കിൽ 10-12 ഒക്കെ വയസ്സായിട്ടും കേവലമായൊരു ലിറ്ററസി മാത്രം നേടിയവരായിരുന്നു. സ്കൂളുകളിൽ പലപ്പോഴും ഡ്രോപ്പ് ഔട്ടായിപ്പോയി, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ എത്താതെ പോയി. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ തരത്തിലുള്ള കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ 10-12 കാര്യങ്ങൾ, ലീഡർഷിപ്പ്, ഇനീഷ്യേഷൻ സ്കില്ല്, അവരുടെ ലേണിംഗ് കപ്പാസിറ്റി, അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി, അവരുടെ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഏതൊക്കെ തരത്തിൽ അവർക്ക് ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്താൻ കഴിയും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ആ പ്രായത്തിനനുസരിച്ച് ആ കുട്ടികൾക്കനുസരിച്ചുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ കണ്ടെത്തി ആണ് ഒരു 60 ആദ്യത്തെ വർഷം 60 കുട്ടികളാണ്, ഇപ്പോൾ ഒക്കെ നമ്മൾ 70 കുട്ടികളാണ് ഓരോ വർഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്ത് റിട്ടേൺ ഇൻ്റർവ്യൂ അതിന് ശേഷം ഓറൽ ഇൻ്റർവ്യൂ നടത്തി അവർക്ക് ഒരു 10 വർഷത്തെ, അപ്പോൾ ഒരു 10 വയസ്സിന് താഴെ മുകളിലുള്ള 12 വയസ്സിന് താഴെയുള്ള ഇപ്പോൾ ആൺകുട്ടികൾക്കാണ്. അതൊരു 2019 ജൂലൈ 3 കിഷൻഗഞ്ചിൽ ഒരു വാടക ബിൽഡിങ്ങിലാണ് ആ സ്ഥാപനം. അന്ന് സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സെയ്ദ് ജഫരി മുത്തുക്കോയത്തങ്ങൾ അത് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു വാടക ബിൽഡിങ്ങിലാണ്. 3 വർഷത്തോളം ആ വാടക ബിൽഡിങ്ങിലാണ് നടന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ആദ്യത്തെ ഒരു 5 വർഷം 6ാം ക്ലാസ്സിലേക്ക് അവരെത്തിക്കുക, എന്നിട്ട് അവർക്ക് ആവശ്യമായൊരു ബ്രിഡ്ജിങ് കൊടുക്കുക. പലപ്പോഴും അവർ ആദ്യത്തെ വർഷമൊന്നും എഴുത്തുമായനെ അറിയാത്തവരടക്കം വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് അവരെ 6th ഈക്വലൻ്റ് ആക്കുക, എന്നിട്ട് 6, 7, 8, 9, 10 ആദ്യ 5 വർഷം, പിന്നെ +1 +2 2 വർഷം, ഡിഗ്രിയുടെ 3 വർഷം, ഇങ്ങനെയുള്ള ഒരു 10 വർഷത്തെ ഒരു വിദ്യാഭ്യാസമാണ് വിഭാവനം ചെയ്യുന്നത്. അൽഹംദുലില്ലാ 3 വർഷം അവിടെ കുട്ടികളെടുത്തു. 4ാമത്തെ വർഷത്തെ കുട്ടികളെടുക്കുമ്പോഴേക്ക് ഈ ഒരു ബിൽഡിങ് 2020 ഇതിനാവശ്യമായിട്ട് സ്ഥലം എടുക്കുന്നത്. ഇത് ഇവിടെയൊക്കെ അഗ്രികൾച്ചർ ലാൻഡാണ്, ഫ്ലാറ്റ് ലാൻഡാണ്. എന്ത് ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും നടത്തണമെങ്കിലും ഫ്ലാറ്റ് ലാൻഡിൽ മണ്ണിട്ട് ഫ്ലഡ് ലെവലിന് സമാന്തരമായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇതൊരു ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയുടെയും മഹാനന്ദ നദിയുടെയും ഇടയിൽ നേപ്പാൾ ഭാഗത്തു നിന്നും അതുപോലെ ഹിമാലയൻ ഭാഗത്തു നിന്നൊക്കെ വെള്ളം വന്ന് ഇവിടെ നിറഞ്ഞു നിൽക്കുകയും മുന്നോട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെയും കുറച്ച് ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു 4-5 ജില്ലകൾ വെള്ളം താഴ്ന്നു കിടക്കുന്ന, വെള്ളം പെട്ടെന്ന് താഴ്ന്നു പോകാത്ത, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഇതൊരു ഇവരുടെ ഒരു പിന്നാക്കാവസ്ഥക്ക് ഒരു കാരണമാണ്. അത് വെഞ്ചർ ഔട്ട് ചെയ്യൂല ആരും. വളരെ ബോൾഡായിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അപ്പുറമുള്ള വലിയ ബിൽഡിങ്ങുകളോ കൺസ്ട്രക്ഷൻസോ ഒക്കെ വളരെ അപൂർവമായിട്ടാണ് ഇവിടെയൊക്കെ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു വയലിലാണ് ഇത്രയും മണ്ണൊക്കെ ഇട്ട് ഈ ഒരു ബിൽഡിങ് 2020 ഈ സ്ഥലം വാങ്ങി 2021 ഏപ്രിൽ 19 ഒമാന്യരായ സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിന് തറക്കല്ലിട്ടിട്ടുള്ളത്. 2022 നവംബർ 13 ഒമാന്യരായ സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു 3-4 മാസം വെള്ളം കെട്ടി നിന്നിട്ട് ബിൽഡിങ് പരിപൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ബിൽഡിങ് അൽഹംദുലില്ലാ ഈ ഒരു പാടത്ത് ഉള്ളിലെ ഗ്രാമത്തിൽ കിഷൻഗഞ്ച് ടൗണിൽ നിന്നൊരു 16 കിലോമീറ്റർ ദൂരെ ഗ്രാമങ്ങൾക്കുള്ളിൽ ബഡീജാൻ പഞ്ചായത്തിൻ്റെ ഉള്ളിലെ ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ബിൽഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 5 ബാച്ചിലെ കുട്ടികൾ ഇവിടെ ഈ ഒരു വർഷം അൽഹംദുലില്ലാ നമ്മുടെ 30 കുട്ടികൾ ആദ്യമായിട്ട് ഇവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതി വളരെ വലിയ സന്തോഷത്തോടെയും ആണ്, വളരെ നിർവൃതിയോടെയും നന്നായി എഴുതി, നന്നായി പരീക്ഷ എഴുതി. ബാക്കിയുള്ള കുട്ടികളൊക്കെ വേണ്ടത്ര ഗൈഡൻസ് കിട്ടാത്ത കുട്ടികളൊക്കെ ഇവിടെ അവർക്ക് വേണ്ട രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെയാണ്. അത് ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽപ്പെട്ടതാണ്. അടുത്ത വർഷം അവർ +1 പോകും, വീണ്ടും 70 കുട്ടികളെടുക്കും. അപ്പോൾ ഇവരൊരു അടുത്ത 5 വർഷം പ്രത്യേകിച്ചും നമ്മളവരെ ഫോക്കസ് ചെയ്യുന്നത് അവരെ ഒരു മതപണ്ഡിതനാകുന്നതോടൊപ്പം വ്യത്യസ്തമായ 10 മേഖലയിൽ അതിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം. നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ പറയും, ഒരു ഡോക്ടറെ, ഒരു എൻജിനീയർ, ആ ഒരു മേഖലയിൽ സ്പെസിഫിക്കലായിട്ട് വളരെ പ്രത്യേകമായി ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനം ആവശ്യമുള്ള മേഖലകളാണ്. മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ട്, കൂടുതലായിട്ട് അത് വരികയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഇവരോട് പറയാറുള്ളത്, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ലീഡർ ആകണം, നിങ്ങൾ സോഷ്യൽ എഞ്ചിനീയർ ആകണം, ഒരു സോഷ്യൽ വർക്കർ ആകണം, ഒരു സോഷ്യൽ ലീഡർഷിപ്പിലേക്ക് വരണം. അഥവാ ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾക്ക് പലതരത്തിൽ നേതൃത്വം കൊടുക്കാവുന്ന ഒരു കപ്പാസിറ്റി ഇവർ ബിൽഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 ഏരിയകൾ അവരെ സിവിൽ സർവീസിലേക്ക് അവർക്ക് പോകാവുന്ന തരത്തിൽ, ലീഗൽ മേഖലയിലേക്ക് അവർക്ക് കോഴ്സുകളും ആ മേഖലയിലെ വർക്കുകളും ഏറ്റെടുക്കാവുന്ന തരത്തിൽ, ജേർണലിസം മേഖലയിലേക്ക് പോകാവുന്ന തരത്തിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്മെൻറ്റ് മേഖലയിലേക്ക് പോകാവുന്ന തരത്തിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതിൻ്റെ ഒരു മേൽനോട്ടം, അതിൻ്റെ ഡയറക്ഷൻ ആ തരത്തിലേക്ക് പോകാവുന്ന തരത്തിൽ, അതേപോലെ തന്നെ ഏറ്റവും നല്ല അധ്യാപകരായിട്ട്, അത് താഴേക്കിടയിൽ മുതൽ
പ്രൈമറി ലെവൽ മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള വ്യത്യസ്തമായ അധ്യാപന മേഖലയിലേക്ക് പോകാവുന്ന തരത്തിൽ സമൂഹത്തിന് ആവശ്യമായ വ്യത്യസ്തമായ ട്രെയിനിങ് മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന, പ്രാഗൽഭ്യം തെളിയിക്കുന്ന, നേത്രപരമായ പങ്ക് വഹിക്കുന്ന ആളുകളായിട്ട് മാറാവുന്ന തരത്തിൽ, അതേപോലെ തന്നെ സോഷ്യൽ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്ന NGOസും ഇന്ത്യക്ക് നേതൃത്വം വഹിക്കാവുന്ന തരത്തിൽ സോഷ്യൽ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാവുന്ന തരത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ, അതുപോലെ തന്നെ ആവശ്യമായ റിലീജിയസ് സ്കോളർഷിപ്പ്, റിലീജിയസ് ലീഡർഷിപ്പ്, നല്ല ഖത്തീബ്, നല്ല ഇമാമുമാർ, മാതൃകാപരമായിട്ട് വ്യത്യസ്തമായ പ്രൊജക്റ്റുകൾക്ക് ഒരുപാട് ആളുകളെ ഡെവലപ്പ് ചെയ്യാവുന്ന, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാവുന്ന, നാഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ ഈ രാജ്യത്തിൻ്റെ നാഷൻ ബിൽഡിങ്ങിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ നാഷൻ ബിൽഡിങ്ങിൽ എൻഷ്യൂർ ചെയ്യാവുന്ന തരത്തിൽ കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തനങ്ങൾ നടക്കണം. പള്ളികളിൽ നിന്നും സമൂഹം ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന ഒരു ഇടമാണ് പള്ളി. അത് എല്ലാ കാലത്തും മുസ്ലിം കമ്മ്യൂണിറ്റി നിലനിൽക്കുന്ന കാലത്തോളം അവരുടെ ആരാധനാലയങ്ങളുണ്ടാകും, ആളുകൾ അതിനെ അപ്രോച്ച് ചെയ്യും. അവിടുത്തെ ലീഡർഷിപ്പിന് അതിൻ്റെതായ ഒരു 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 അഹ്മിയത്ത്, ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ, കമ്മ്യൂണിറ്റിയെ ഗൈഡ് ചെയ്യാൻ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് മേഖലയിലാണ് പഠിക്കേണ്ടത്, പോലീസിലും അതുപോലെ തന്നെ പട്ടാളത്തിലും, ഇന്ത്യയുടെ വ്യത്യസ്തമായ ഗവേണിംഗ് മേഖലയിൽ, സിവിൽ സർവീസ് മേഖലയിൽ, താഴെ തട്ട് മുതൽ ഉയർന്ന തലം വരെയുള്ള സിവിൽ സർവീസ് മേഖലയിൽ, പൊതുപ്രവർത്തനങ്ങളിൽ, അഗ്രികൾച്ചർ പോലെയുള്ള രാജ്യത്തിൻ്റെ പലതരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജ്യനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു സജീവമായ ഒരു സിവിൽ സൊസൈറ്റിയിലെ ഒരു വിസിബിൾ പാർട്ടിസിപ്പേഷൻ ഇത് ഉറപ്പുവരുത്താവുന്ന തരത്തിലുള്ള ഒരുപാട് ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പിനെയാണ് സത്യത്തിൽ കുർത്തുബ പോലെയുള്ള, കുർത്തുബയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് എന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാഡമിക് എക്സലൻസ് എന്ന പേരിൽ തുടങ്ങിയ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാവിയിലെ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ നമ്മൾ വാടക ബിൽഡിംഗ് തുടങ്ങിയതുകൊണ്ട് ബോയ്സിന് മാത്രമാണ് തുടങ്ങിയത്. ഈ ഒരു ഹോസ്റ്റലും ബോയ്സിനുള്ള സംവിധാനത്തിലാണ്. ഗേൾസിൽ നിന്നും ഇതുപോലെ നല്ല അറിവുള്ള, പാണ്ഡിത്യമുള്ള, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാക്കുക എന്നുള്ളത് കുർത്തുബയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലൊന്നാണ്. ഇൻഷാ അല്ലാഹ് 2024-25 ഈ ഒരു വർഷത്തിൽ ആ ഒരു പ്രോജക്റ്റിലേക്ക് നിർബന്ധമായിട്ടും കുർത്തുബ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇവിടേക്കുള്ള ഗ്രാമങ്ങളിലെ നിങ്ങൾ ഇവിടുത്തെ ഒരു സാമൂഹിക ജീവിത രീതികൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു 12-13 വയസ്സായാലും 8ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടായിട്ട് കുട്ടികളൊക്കെ പോകുന്നു. ആൺകുട്ടികളായ ആളുകൾ അവിടുന്ന് അങ്ങോട്ട് പിന്നീട് അപ്രത്യക്ഷരാവാണ്. അവർ ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ പല തൊഴിലിടങ്ങളിലും ഇത്തരം ആളുകളാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 60 വയസ്സ് വരെ പിന്നെ ആണുങ്ങൾ അപ്രത്യക്ഷരാണ്. മിക്കവാറും ഈ ഗ്രാമങ്ങളിലെ പൊതുജീവിതം പൂർണ്ണമായിട്ടും സ്ത്രീകൾ മാത്രമുള്ളതാണ്. അത് മുസ്ലിംസിൻ്റെ മാത്രമല്ല, ദളിതുകളുടെയും അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റികളുടെയും അങ്ങനെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ ഒരു രീതിയിലാണ് അവരെപ്പോഴും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പലയിടങ്ങളിൽ മൈഗ്രൻ്റ് വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുക, അവരെ എംപവർ ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ഒരു ലൈഫിൽ ബോൾഡായിട്ട് നിൽക്കാനും അഭിമാനകരമായിട്ട് വളരാനും മക്കളെ വളർത്താനും തലമുറകൾക്ക് വിവിധ തരത്തിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ നേരത്തെ പറഞ്ഞ പോലെ നാഷൻ ബിൽഡിങ്ങിൽ ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഗേൾസിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലീഡർഷിപ്പ് എന്നുള്ളത് കുർത്തുബയുടെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിൽ ഒരുപാട് ഇപ്പം സമസ്ത ഇസ്ലാമിക് സെൻറ്ററുകളുടെ, അതുപോലെ തന്നെ SKSFിൻ്റെയും സുന്നി സെൻറ്ററുകളുടെയും, ഒരുപാട് KMCCകളുടെയും ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് വ്യക്തികളുടെ സഹായങ്ങൾ ഒക്കെയാണ്. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ കൊണ്ടാണ് അൽഹംദുലില്ലാ ഈ ഒരു ബിൽഡിംഗ് വളരെ വേഗതയിൽ ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ പദ്ധതികളിലേക്ക് പോയി. കഴിഞ്ഞ വർഷം നമുക്ക് കുർത്തുബ ഖുർആൻ അക്കാഡമി ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ഇൻഷാ അല്ലാഹ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിൽ ഒരു പള്ളി എടുക്കുകയാണ്. ആ പള്ളിയുടെ തറക്കല്ലിടലാണ് നടക്കുന്നത്. അപ്പോൾ ആ പള്ളിയിലേക്ക് ഇവിടെ തുടങ്ങിയ ഖുർആൻ അക്കാഡമി പള്ളിയിൽ നിരന്തരമായിട്ട് ഖുർആൻ ഓതുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും, ഖുർആൻ അക്കാഡമി തുടങ്ങാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജാണുള്ളത്. പക്ഷേ ഒന്നും മാതൃകാപരമല്ല, വളരെ കുട്ടികളോടൊരു ദുൽമ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്. ഇതിനൊരു എൻട്രൻസ് പോളിസി ഇല്ല, ഒരു എക്സിറ്റ് പോളിസി ഇല്ല, ഒരു ബ്രിഡ്ജ് കോഴ്സ്, ഒരു തുടർ പഠന സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹാഫിളുകളായ ആളുകൾ ഹാഫിളുകൾ മാത്രമായിട്ട് മാറുന്നു. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സ്വാഭാവികമായിട്ടും മതപരമായ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടും ഖുർആനിനെ നിലനിർത്തുക എന്നുള്ളതുകൊണ്ടും എല്ലാ കാലത്തും ഹാഫിളുകൾ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് അതൊരു മാതൃകാപരമായി മാറ്റുക, ആധുനിക ലേണിംഗ് ടീച്ചിങ് ടെക്നോളജി എങ്ങനെയാണ് അതിൽ ഉപയോഗിക്കുക, വിഷ്വൽ അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ എങ്ങനെയാണ് അതിൽ ഉപയോഗിക്കുക, എങ്ങനെയാണ് ഏത് തരത്തിലുള്ള കുട്ടികളാണ് ഹിഫ്ദ് കോളേജിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്, മെമ്മറി ടെസ്റ്റും മെമ്മറി പവറും റിട്ടൻഷൻ പവറും ഒക്കെ ബേസ് ചെയ്തിട്ട് എത്ര നിശ്ചിതമായ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കുക, അതിൻ്റെ ദൗറ പൂർത്തീകരിക്കുക, എന്നിട്ട് അവർക്ക് കുർത്തുബയിൽ തുടരാൻ പറ്റുന്നവർ സ്കൂൾ ലെവലിലും അല്ലെങ്കിൽ മതപരമായ പഠനത്തിലും രണ്ടുകൂടി കൂട്ടിയിട്ട് അവരെങ്ങനെയാണ് തുടർന്ന് പഠിക്കാൻ സാധിക്കുക. അപ്പോൾ അവരുടെ ഒരു എക്സിറ്റ് പോളിസി കൂടി കൃത്യമായിട്ട്, തുടർ പഠനം കൂടി കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് കുർത്തുബ ഖുർആൻ അക്കാഡമിയിലെ ആദ്യത്തെ കോഴ്സ് ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ദൗറ കോഴ്സ് പല സ്ഥാപനങ്ങളിൽ നിന്ന് പകുതിയായോ ഫുള്ളായോ പഠിച്ച
ഹാഫിദുകൾക്കുള്ള ദൗറ കോഴ്സ് അതിൻ്റെ കീഴിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഓഫ്ലൈനായിട്ടും ഓൺലൈനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ഖുർആൻ ലിറ്ററസി പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് അതിൻ്റെ കീഴിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കുർത്തുബ ഔട്ട്റീച്ച് സെൻറ്റർ കഴിഞ്ഞ വർഷം നമുക്ക് 2023 ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ബ്രിട്ടീഷ് KMCC ആണ് അൽഹംദുലില്ലാഹ് അതിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കീഴിൽ ഇവിടുത്തെ ഗ്രാമങ്ങളെ ഡെവലപ്പ് ചെയ്യുക, മാതൃകാ വില്ലേജുകൾ ഉണ്ടാക്കുക. ഇവിടുത്തെ ഓരോ കുട്ടിയുടെയും അവരുടെ നാടുകളിൽ ഇവിടെ എത്താൻ പറ്റാത്ത അനേകം കുട്ടികൾ അവർക്ക് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് ക്യാമ്പുകൾ കൊടുക്കുക. ഇതിൻ്റെ പരിസരത്തുള്ള 10-25 ഗ്രാമങ്ങളിലെ ഒരു ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക, ഒരു മുഹല്ല ഡെവലപ്മെൻറ്റ്, അവിടുത്തെ ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് ആക്ടിവിറ്റികൾ കൊണ്ടുവരിക. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ഒരു മുഹല്ല ഫെഡറേഷൻ്റെ ഒരു വളരെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു വലിയൊരു മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് സാധ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിലൊരു കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളത് വടകര ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടി സ്പെഷ്യൽ സ്കൂൾ. ഇവിടുത്തെ ഒരുപാട് ജില്ലകളിൽ നിരന്തരമായിട്ട് അന്വേഷിച്ചിട്ടും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇടയില്ല. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ സ്കൂൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ സ്കൂൾ 8 വരെയുള്ള അംഗീകാരം കിട്ടി, 12 വരെയുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ബോയ്സിനും ഗേൾസിനും ഹോസ്റ്റൽ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു നല്ല സ്കൂൾ ഈ ഒരു അക്കാദമിക വർഷം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ഓർഫൻ കെയർ. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഓർഫൻസ് ഉണ്ട്. 6, 7, 8 വയസ്സായ കുട്ടികൾ അവർ ജോലിക്ക് പോകേണ്ടി വരുന്നു. വാപ്പ മരിച്ചാൽ പിന്നെ അവരെ നോക്കുന്നവരാരുമില്ല. എന്തോ ഈ മൊത്തം കമ്മ്യൂണിറ്റിയിൽ ഇവിടെ കഫാലത്തുൽ യതീം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തീരെ ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അവരെ ഉപ്പമാരോ അവരുടെ ജ്യേഷ്ഠാഞ്ചന്മാരോ നോക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടേത് ഏതെങ്കിലും തരത്തിൽ പിടിച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നീട് അവരുടെ മുമ്പിൽ ഭാവി ഇരുളടഞ്ഞതാകുന്നു. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ലാൻഡ് ഒക്കെ ഉള്ള ഒരു വകയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷം ഓർഫൻസിനെ കൂടി പഠിപ്പിക്കാവുന്ന, അവരെ കൂടി ഏറ്റെടുക്കാവുന്ന, പ്രത്യേകിച്ചും വളരെ ചെറിയ പ്രായത്തിലുള്ളവരെ കൂടി നിയമവശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെ ഏറ്റെടുക്കാവുന്ന ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇതിൽ വളരെ പ്രധാനമായിട്ടും കുർത്തുബയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പം ഇവിടെയുള്ള ഒരുപാട് ശരീഅത്ത് കോളേജുകൾ അതിനെ ഡെവലപ്പ് ചെയ്യുക, അവിടെ 2 വിദ്യാഭ്യാസം കൂടി കൊണ്ടുവരിക. പരമ്പരാഗത ഒരു സിലബസിൽ മതപഠനം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് മാത്രം പഠിക്കാതെ ആധുനിക കാലത്തിനനുസരിച്ച് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൂടി ചേർത്ത് അവരെ കമ്മ്യൂണിറ്റിയുടെ ഇപ്പോൾ പല രീതിയിൽ അവർ പിന്നീട് പള്ളിയിലേക്ക് നേതൃത്വത്തിന് പോകുന്നു, മദ്രസകളിൽ പഠിപ്പിക്കാൻ പോകുന്നു, ശരീഅത്ത് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നു, ഗ്രാമീണ തലത്തിൽ മതപരമായ നേതൃത്വം നൽകാൻ പോകുന്നു. പക്ഷേ അവർക്കൊന്നും വേണ്ട രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ ഇടങ്ങളിൽ നമ്മൾ ഒരു അൽഹംദുലില്ലാഹ് 4-5 സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റി. 6, 7, 8 സ്കൂൾ ക്ലാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ആദ്യത്തെ 3 വർഷത്തെ ഒരു 10 വർഷം നീളാവുന്ന ഒരു മതപഠനത്തിൻ്റെ ഡിഗ്രി വരെയുള്ള സ്കൂൾ പഠനത്തിൻ്റെയും ഒക്കെയുള്ള ആദ്യത്തെ 3 വർഷം എന്നുള്ള രീതിയിൽ അൽഹംദുലില്ലാഹ് രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഖത്തർ കോഴിക്കോട് KMCC നിർമ്മിച്ചെന്ന വാപകതങ്ങളുടെ പേരിലുള്ള പള്ളിയും സിരി സാഹിബിൻ്റെ പേരിലുള്ള ഒരു മദ്രസ ബിൽഡിങ്ങും അവിടെ അൽഹംദുലില്ലാഹ് 2 ബാച്ചിലായിട്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി നിർമ്മിച്ച ഒരു പള്ളിയുണ്ട് ചക്കല എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അൽഹംദുലില്ലാഹ് അവിടെ മക്തബിനോടൊപ്പം 2 ബാച്ചിലായിട്ട് അവിടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം അവിടുത്തെ ആദ്യത്തെ കുട്ടികൾ 6, 7, 8 3 വർഷമായി. അടുത്ത വർഷം അവർ 9ലേക്ക് പോകാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബായിസിയിലുള്ള സിംഗിയ വില്ലേജിൽ അവിടെ 3 വർഷം ആയിട്ടുള്ള അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരു ഗേൾസ് സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഒരു ബോയ്സ് മദ്രസ 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. മക്തബ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഗ്രാമത്തിൽ ഖുർആൻ ലിറ്ററസി പ്രോഗ്രാമും ജനറൽ ലിറ്ററസി പ്രോഗ്രാമും ഒക്കെ അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൗലത്പൂർ എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ നമ്മൾ അധ്യാപകനെ വെച്ച് അവിടെ ഒരു ബാച്ച് ഇതുപോലെ ഈ ഒരു 6, 7, 8 ആദ്യത്തെ 3 വർഷത്തെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സംവിധാനത്തെ വളർത്തിയിട്ട് അവരെ 8, 9, 10, 11, 12 ക്ലാസ്സുകളിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് വേണ്ടി പുതിയ സംവിധാനം ചെയ്യണം. അവസാനം ഇവിടെയൊക്കെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ മതപരമായ ഒരു സനദ് എടുക്കണമെങ്കിൽ, ഡിഗ്രി എടുക്കണമെങ്കിൽ അവർക്ക് UPയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയായിരുന്നു അവർ ഇതുവരെ ഇത്രയും കാലം അവർ അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ നല്ലൊരു ശരീഅത്ത് കോളേജ്, നല്ല ഡിഗ്രിയോടൊപ്പം 2 വിദ്യാഭ്യാസവും കൂടി നേടാവുന്ന തരത്തിൽ ഒരു അത്തരം സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്യാമ്പസിൽ നമ്മളെ ജാമിയ നൂരിയെ പോലെ, അതുപോലെ തന്നെ റഹ്മാനിയെ പോലെ, നന്ദി ദാറുസ്സലാം പോലെയൊക്കെയുള്ള ഒരു സനദ് കൊടുക്കുന്ന ഒരു സ്ഥാപനം
പല സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾക്കും നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ ഇത്തരം ജൂനിയർ കോളേജുകളിലൂടെ ശരിയത്ത് കോളേജുകളിലൂടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്നു പഠിക്കാവുന്ന ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് അതിൻ്റെ അപ്രോച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശരിയത്ത് കോളേജ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശാലമായ വ്യത്യസ്തമായ സംവിധാനങ്ങൾ ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസ്, ഈ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഗേൾസിനുള്ള ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കൂൾ അതിൻ്റെ ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ, ഓർഫനേജ് സംവിധാനം, സ്പെഷ്യൽ സ്കൂള്, അതുപോലെ തന്നെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ഇവിടെ കുർത്തുബ ഔട്ട്റീച്ച് സെൻറ്ററിലേക്ക് വരുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് വരുന്ന ആളുകൾ, അതേപോലെ തന്നെ നമ്മുടെ കുർത്തുബ ശരീഅത്ത് കോളേജ് ഭാവിയിൽ ഒരു +2 അടക്കമുള്ള നല്ല ഒരു പഠന കേന്ദ്രമായിട്ട് മാറാവുന്ന ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇത്തരം സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിന് ശേഷം ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു സംഗതി അവർ അതിനുമായിട്ട് അതിൻ്റെ സ്പോൺസേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പസിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ ഈ ക്യാമ്പസിൻ്റെ ചുറ്റുമുള്ള ഒരു 4-5 ഗ്രാമങ്ങളിലേക്ക് വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ എടുക്കാനും മക്തബ് പഠിപ്പിക്കാനും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഈ പാടത്തിന് ചുറ്റുമുള്ള 4-5 ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് ഒന്നിച്ചു വന്ന് ഒരു മദ്രസ പഠനത്തിനും അതോടൊപ്പം തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്ന തരത്തിൽ ഒരു ഡ്രോപ്പ് ഔട്ട് ക്ലിനിക്ക് പോലെ അല്ലെങ്കിൽ ലേണേഴ്സ് ക്ലിനിക്ക് പോലെ അവരുടെ നിലവിൽ ഏതാണോ അവരുടെ അവസ്ഥ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് അവർക്ക് മിനിമം ലേണിംഗ് ലെവലെങ്കിലും അച്ചീവ് ചെയ്ത് അവർ സ്കൂളിലേക്ക് തിരിച്ചു പറഞ്ഞേക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കുർത്തുബയുടെ കീഴിലുള്ള നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് കുർത്തുബ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കിച്ചൺ, ഒരു കോമൺ ഒരു കിച്ചൺ ഡൈനിങ് ഹാൾ പ്രൊജക്റ്റാണ്. ഈ സ്ഥാപനത്തിൽ അടുത്ത വർഷം കുട്ടികൾ വരുമ്പോഴേക്ക് അത് പൂർത്തീകരിച്ച് കഴിയണം. മാത്രമല്ല ഈ പറഞ്ഞ മൊത്തം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു കോമൺ കിച്ചൺ, ഒരു കോമൺ ഡൈനിങ് ഹാൾ കൺസെപ്റ്റിൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ മാതൃകാപരമായ തരത്തിൽ ആളുകൾക്ക് പഠിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന, ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ഒരു ഫുഡ് പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നടപ്പിലാക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രോജക്റ്റാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം 70 കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പിലും 20 കുട്ടികൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്കും ജോയിൻ ചെയ്യും. അതിന് പുറമെ വളരെ വേഗതയിൽ നമ്മുടെ ഓർഫനേജ് സിസ്റ്റവും അതുപോലെ തന്നെ ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വളരെ പെട്ടെന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു നമുക്ക് ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന്, പുരോഗതിക്ക് ആവശ്യമായ തരത്തിൽ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ പ്രയാസങ്ങളിൽ, പിന്നാക്കാവസ്ഥകളിൽ പരിതപിച്ച് നിൽക്കാതെ, നമ്മൾ കരഞ്ഞിരിക്കാതെ, നമ്മളിങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രം പറഞ്ഞു തീർക്കാതെ നമ്മുടെ മുമ്പിൽ ഈ രാജ്യം തരുന്ന ഒരുപാട് സാധ്യതകൾ, വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ ഒരുപാട് സാധ്യതകൾ, ഇവിടുത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഉയർന്ന ക്ലാസ്സുകളിലൊക്കെയുള്ള തൊഴിൽ പരിശീലനങ്ങൾ, തുടർന്ന് ഇന്ത്യയിൽ 50-ലധികം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ്, വിവിധ തരത്തിൽ 8ാം ക്ലാസ് മുതലുള്ള ആളുകൾക്ക്, 5ാം ക്ലാസ് മുതലുള്ള ആളുകൾക്ക്, 8ാം ക്ലാസ് മുതലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകാവുന്ന തൊഴിൽ ഓപ്ഷൻസ്. ഇപ്പം ഇതിലേക്കൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആളുകൾ എത്തിച്ചു കൊടുക്കുക? ഗവൺമെൻറ് ഒരുപാട് ഹൗസിംഗ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഒരുപാട് മേഖലയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന തൊഴിലുകൾ ഡെവലപ്പ് ചെയ്യാവുന്ന സാധ്യതകൾ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തമായ പ്രോജക്റ്റുകളിലുണ്ട്. അഗ്രികൾച്ചറൽ പ്രോജക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന വിവിധ പ്രൊഡ്യൂസുകളെ, ഓരോ റീജിയൺ അനുസരിച്ചിട്ടുള്ള ഓരോ പ്രൊഡ്യൂസുകൾ, അവിടുത്തെ പ്രൊഡക്റ്റുകളെ, അവിടുത്തെ കൃഷികളെയൊക്കെ സഹായിക്കുന്ന വ്യത്യസ്തമായ സംഗതികളുണ്ട്. ഇതിനൊക്കെ ഗവൺമെൻറ്റിന് വ്യത്യസ്തമായ സ്കീമുകളുണ്ട്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളോടൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അതൊക്കെ അന്വേഷിക്കാനും അതിനൊക്കെ പ്രോപ്പറായിട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കാനും അതിന് ആവശ്യമായ റെപ്രസെൻറ്റേഷൻസ് നടത്താനും വേണ്ട രീതിയിൽ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുമൊക്കെയുള്ള ഒരു സന്നദ്ധരായ ഒരുപാട് ആളുകളുടെ സാന്നിധ്യം വിവിധ മേഖലകളിൽ ഉണ്ടായാൽ ഒരുപാട് തരത്തിലുള്ള പുരോഗതികൾ സാധ്യമാണ്. അതിൻ്റെ ഇടയിൽ പ്രയാസങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, വർഗീയപരമായുള്ള സമീപനങ്ങളുണ്ടാകാം, പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകാം. പക്ഷെ അതൊന്നും എല്ലായിടത്തും എപ്പോഴും ഉള്ള സംഗതികളല്ല. അതിനപ്പുറത്ത് ഇത്തരം ഒരുപാട് സാധ്യതകൾ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലുണ്ട്. കമ്മ്യൂണിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട്, പ്രൊജക്റ്റുകളുണ്ട്. ജനറൽ ആയിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട്, പ്രൊജക്റ്റുകളുണ്ട്. സ്വയം വളരാവുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ശ്രദ്ധ എഡ്യൂക്കേഷൻ മേഖലയിലേക്കും എംപവർമെൻറ്റ് മേഖലയിലേക്കും, വിവിധ തരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ, ഇത് മിനി സർട്ടിഫൈഡ് ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്കില്ല് കൊടുക്കുന്ന ITI പോലത്തെ NCVT ഒക്കെ പോലത്തുള്ള കോഴ്സുകളാകാം. വിവിധ സാധ്യതകൾ
വിവിധ പ്രോജക്റ്റുകൾ, അതൊക്കെ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ നിരന്തരമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ എല്ലാവരുടെയും ആക്ടിവിറ്റികൾ, എല്ലാവരുടെയും ഫിലാന്ത്രോപിക് പ്രവർത്തനങ്ങൾ, എല്ലാവരുടെയും ഈ വിതരണങ്ങൾ, സഹായങ്ങൾ, റിലീഫുകളൊക്കെ ഈ തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ റിലീഫ് ലഭിക്കാവുന്ന തരത്തിൽ, ഒരു പെർമനൻ്റ് റിലീഫുകൾ ലഭിക്കാവുന്ന തരത്തിലേക്ക് മാറ്റുകയും അജണ്ടകൾ മാറ്റി നിശ്ചയിക്കുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിക്ക് വലിയ തരത്തിലുള്ള പുരോഗതികൾ ആർജിക്കാൻ കഴിയും. ആ മേഖലയിലേക്കുള്ള ചെറിയ ശ്രമമാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ഒരു ആശീർവാദത്തോടെ ഹാദിയ ദാറുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ അലുമിനിയുടെ ഒരു മേൽനോട്ടത്തിൽ ഒരുപാട് ആളുകളുടെ സഹായത്തോടെയും സപ്പോർട്ടോടെയും പിന്തുണയോടെയും പ്രാർത്ഥനയോടെയും കിഷൻഗഞ്ച് എന്ന് പറയുന്ന ബീഹാറിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ കിഷൻഗഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രദേശങ്ങളുടെ ഒരു ബഹുമുഖമായ ശാക്തീകരണം ലക്ഷ്യീകരിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് സ്ഥാപന സമുച്ചയങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ ഇന്ത്യയിലെ പല ഭാഗത്തും ആവശ്യമാണ്. അത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ മുന്നിട്ടിറങ്ങിയാൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈറുൽ ജസാ. നിങ്ങളുടെ പ്രാർത്ഥന വേണം, നിങ്ങളുടെ പിന്തുണ വേണം, സഹായങ്ങൾ വേണം. ജസാക്കുമുല്ലാഹ് ഖൈറുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.